230 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുമായി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇന്നുച്ചയ്ക്ക് 1:38 പറന്നുയർന്ന അഹമ്മദാബാദ് ലണ്ടൻ ഗാറ്റ്വിക് എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ തകർന്നു വീഴുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മെയ്ഡേ കോൾ നൽകിയിരുന്നുവെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ മെയ്ഡേ കോൾ? റേഡിയോ ആശയവിനിമയങ്ങൾ വഴി ഒരു ദുരന്ത സന്ദേശം അയക്കാൻ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പദമാണ് മെയ്ഡേ. സാധാരണയായി ഒരു കപ്പലിലോ വിമാനത്തിലോ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു അടിയന്തരാവസ്ഥയെയാണ് മെയ്ഡേ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ദുരന്ത സിഗ്നലാണ് മെയ്ഡേ കോൾ. 1923 ഒരു അന്താരാഷ്ട്ര ദുരന്ത സന്ദേശമായി മെയ്ഡേ എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. 1948 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ക്രോയ്ഡൻ വിമാനത്താവളത്തിലെ സീനിയർ റേഡിയോ ഓഫീസറായിരുന്ന ഫ്രെഡറിക് മോക്ഫോർഡിന്റെ ആശയമായിരുന്നു ഇത്. എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന മെയ്ദർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ പദം വരുന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ ഒരു സാധാരണ പ്രോട്ടോക്കോളാണിത്. ആരാണ് മെയ്ഡേ കോൾ നൽകുന്നത്? വിമാനത്തിലാണെങ്കിൽ പൈലറ്റോ കപ്പലിലാണെങ്കിൽ ക്യാപ്റ്റനോ ആണ് സാധാരണയായി ഗുരുതരമായ അടിയന്തരാവസ്ഥ നേരിടുമ്പോൾ മെയ്ഡേ കോൾ പുറപ്പെടുവിക്കുന്നത്. മെയ്ഡേ ദുരന്ത സിഗ്നൽ തുടർച്ചയായി 3 തവണ മെയ്ഡേ 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 എന്ന് ഉച്ചരിക്കണമെന്നാണ് പ്രോട്ടോകോൾ. അതിനാൽ ശബ്ദായമാനമായ സാഹചര്യങ്ങളിൽ സമാനമായി തോന്നുന്ന മറ്റൊരു വാക്കോ വാക്യമോ ആയി ഇത് തെറ്റിദ്ധരിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഒരു സാധാരണ ദുരന്ത സന്ദേശം ആരംഭിക്കുന്നത് മെയ്ഡേ 3 തവണ ആവർത്തിക്കുന്നതിലൂടെയാണ്. തുടർന്ന് സന്ദേശം വന്നിരിക്കുന്ന കപ്പലിന്റെ അല്ലെങ്കിൽ വിമാനത്തിന്റെ തരം, ഐഡന്റിറ്റി, അടിയന്തരാവസ്ഥയുടെ സ്വഭാവം, സ്ഥലം അല്ലെങ്കിൽ അവസാനമായി അറിയപ്പെടുന്ന സ്ഥലം, നിലവിലെ കാലാവസ്ഥ, ശേഷിക്കുന്ന ഇന്ധനം, ഏത് തരത്തിലുള്ള സഹായം ആവശ്യമാണ്, അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എന്നിവ ഉൾപ്പെടെ സാധ്യതയുള്ള എല്ലാ പ്രസക്തമായ വിവരങ്ങളും പൈലറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളിന് നൽകും. അപൂർവം സന്ദർഭങ്ങളിൽ ആദ്യം വിളിച്ചയാളുടെ ആശയവിനിമയം നഷ്ടപ്പെട്ടാൽ സമീപത്തുള്ള മറ്റൊരു വിമാനത്തിനോ കപ്പലിനോ മെയ്ഡേ റിലേ ചെയ്യാൻ കഴിയും. ഒരു മെയ്ഡേ കോളിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു മെയ്ഡേ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയിലെ എല്ലാ റേഡിയോ ട്രാഫിക്കും ക്ലിയർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ദുരിതത്തിലായ വ്യക്തി, അവരുടെ സ്ഥാനം, അടിയന്തരാവസ്ഥയുടെ സ്വഭാവം, മറ്റ് പ്രധാന വിശദാംശങ്ങൾ എന്നിവ എയർ ട്രാഫിക് കൺട്രോളുമായി പങ്കിടുന്നു. തുടർന്ന് ATC അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾ രക്ഷാപ്രവർത്തന ഏകോപനം ഏറ്റെടുക്കുന്നു. എന്നാൽ സഹായം നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് അനിവാര്യമായ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. എന്താണ് മെയ്ഡേ റിലേ? ചിലപ്പോൾ അപകടത്തിലായ മറ്റൊരു കപ്പലിനു വേണ്ടി ഒരു കപ്പൽ ഒരു മെയ്ഡേ ദുരന്ത സന്ദേശം അയക്കുന്നു. ഇത് മെയ്ഡേ റിലേ എന്നറിയപ്പെടുന്നു. അപകടത്തിലായ കപ്പലിന് റേഡിയോ ആശയവിനിമയം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഒരു മെയ്ഡേ റിലേ ആവശ്യമായി വരും. ഒരു മെയ്ഡേ കോൾ ആവർത്തിച്ച് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ കോൾ കേൾക്കുന്ന മറ്റൊരു കപ്പൽ സഹായം എത്തുന്നതുവരെ അത് വീണ്ടും വീണ്ടും അറിയിക്കാൻ ശ്രമിച്ചേക്കാം. ജീവന ഭീഷണിയല്ലാത്ത മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന സന്ദേശങ്ങളുമുണ്ട്. അവയിലൊന്നാണ് പാൻ. തകർച്ച എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ പന്നയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. മറ്റൊരു സിഗ്നലാണ് സെക്യൂരിറ്റി. സുരക്ഷ എന്ന അർത്ഥം വരുന്ന സെക്യൂരിറ്റി എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഇതിന്റെ ഉദ്ഭവം. മോശം കാലാവസ്ഥ അല്ലെങ്കിൽ നാവിഗേഷൻ അപകടങ്ങൾ പോലുള്ള സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സന്ദേശം നൽകാൻ സെക്യൂരിറ്റി പലപ്പോഴും ഉപയോഗിക്കുന്നു. മെയ്ഡേ പോലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഈ സന്ദേശങ്ങളും സാധാരണയായി 3 തവണ ആവർത്തിക്കുന്നു.